മണിക്കുട്ടികളെ, ഇങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്ററാണ് കോണിക് സെക്ഷൻസ്. ഇപ്പോൾ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. എനിക്ക് സുഖമായിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ഇതൊരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അതിന് നമുക്ക് എൽ എന്ന് വിളിക്കാം. എൽ. പിന്നെ മറ്റൊരു ലൈൻ ഇന്റർസെക്റ്റിംഗ് ദിസ് ലൈൻ അറ്റ് ദ പോയിന്റ് വി. ഈ ലൈനിനെ വി എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന മറ്റൊരു ലൈൻ. ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ് ആൽഫ. ഈ ലൈനിനെ എം എന്ന് വിളിക്കാം. ഒരു ഫിക്സഡ് ലൈൻ. ആ ലൈൻ എല്ലാം നമ്മൾ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ എടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ വെർട്ടിക്കലായിട്ട് എടുത്തേക്കുന്നത്, ഹൊറിസോണ്ടലായിട്ടും എടുക്കാം നമുക്ക്. അപ്പം തൽക്കാലം ഞാൻ വെർട്ടിക്കലായിട്ട് എടുത്തു. ഇത് ഫിക്സഡ് ആയത്, ഇത് മാറത്തില്ല. ഈ ലൈൻ എം, മറ്റൊരു ലൈൻ ഇന്റർസെക്റ്റിംഗ് ദ ലൈൻ എൽ അറ്റ് ദ പോയിന്റ് വി. ഇനി നമ്മളിവിടെ ഈ എമ്മിനെ എല്ലിന് ചുറ്റും ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പോവാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വി പോയിന്റ് വി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വി മാറരുത്, ആംഗിൾ ആൽഫയും മാറരുത്. ഒരേ ആംഗിൾ ആൽഫയിൽ ഈ എല്ലിന് ചുറ്റും എമ്മിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാം. നിങ്ങൾ ഫാൻ നോക്കി അറിയാം, ഫാന് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ലൈൻ എല്ലിന് ചുറ്റും എമ്മിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സർഫസ് കിട്ടും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. നമുക്കൊരു സർഫസ് കിട്ടും. ദാറ്റ് സർഫസ് ഈസ് കോൾഡ് എ ഡബിൾ നാപ്ഡ് കോൺ. ഒരു കോണം. ഡബിൾ നാപ്ഡ് എന്ന് പറയുമ്പോൾ മേളിലും ഉണ്ട് താഴെയുണ്ട്. മേളിലും താഴെ ഓരോ കോൺ കിട്ടും. ഇങ്ങനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മുടെ ലൈൻ എല്ല് ചുറ്റിനും റൊട്ടേറ്റ് ചെയ്യൂലേ, അപ്പം അപ്പുറത്തോട്ട് പോകും, ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കോണിക്കൽ ഷേപ്പ്, മേളിലും ഒരു കോൺ കിട്ടും, താഴെ ഒരു കോൺ കിട്ടും. ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡബിൾ നാപ്ഡ് കോൺ കിട്ടും. ഇങ്ങനെ ഒരു കോൺ കിട്ടും. ഇനി ഈ ലൈൻ ഫിക്സഡാ. ഈ ലൈൻ ദിസ് ഫിക്സഡ് ലൈൻ ഈസ് കോൾഡ് ആക്സിസ് ഓഫ് ദ കോൺ. ആക്സിസ് ഓഫ് ദ കോൺ. ആ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ഈ ലൈൻ എല്ലിനെ നമ്മൾ ആക്സിസ് ഓഫ് ദ കോൺ എന്ന് പറയും. ഈ ലൈൻ എമ്മില്ലേ, എം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യല്ലേ, ഈ കോൺ കിട്ടാൻ കാരണം എമ്മിനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എമ്മിനെ, ഈ ലൈൻ എമ്മിനെ നമ്മൾ ജനറേറ്റർ ഓഫ് ദ കോൺ എന്ന് പറയും. ജനറേറ്റർ ഓഫ് ദ കോൺ. പിന്നെ ഈ ഫിക്സഡ് പോയിന്റ് വി ഇല്ലേ, വി, അതിനെ നമ്മൾ വെർട്ടെക്സ് ഓഫ് ദ കോൺ എന്ന് പറയും. കോണിന്റെ വെർട്ടെക്സ്. അപ്പോൾ 3 കാര്യങ്ങളുണ്ട് കോണിന്. ഒരു വെർട്ടെക്സ്, ആ ഫിക്സഡ് പോയിന്റ് വി ആണ് വെർട്ടെക്സ്. ആ ഫിക്സഡ് സ്ട്രെയിൻ അതിനെ ആക്സിസ് ഓഫ് ദ കോൺ എന്ന് പറയും. പിന്നെ നമ്മൾ അടുത്ത ലൈന്, അതിന് നമ്മൾ ജനറേറ്റർ ഓഫ് ദ കോൺ എന്ന് പറയും. അപ്പോൾ ഒരു കോൺ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. 2 ലൈൻ എടുക്കുക. അതിൽ ഒരു ലൈനിനെ മറ്റേ ലൈനിന് ചുറ്റും ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺ കിട്ടും. 2 കോൺ കിട്ടും. മുകളിൽ ഒരു കോൺ കിട്ടും, താഴെ ഒരു കോൺ കിട്ടും. അതുകൊണ്ടാണ് ഡബിൾ നാപ്ഡ് കോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കോണിനെ പല രീതിയിൽ, കോണും ഒരു പ്ലെയിനും, കോണിൻ്റെയും പ്ലെയിനിൻ്റെയും ഇൻ്റർസെക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കോണിൻ്റെ ഒരു പ്ലെയിനിൻ്റെ ഇൻ്റർസെക്ഷൻ, ആ ഇൻ്റർസെക്ഷൻ നമുക്ക് 4 രീതി കിട്ടും. അതിൻ്റെ കാര്യങ്ങളാണ്. അതായത് ഈ കോണിനെ ഒരു പ്ലെയിൻ കട്ട് ചെയ്ത്, ഒരു പ്ലെയിൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു പ്രതലം, ഇങ്ങനെ ഒരു പ്രതലമാണ് പ്ലെയിൻ. അത് ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല, 4 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നീണ്ടു പോകുന്ന ഒരു സംഗതിയാണ് പ്രതലം. നമ്മുടെ ബോർഡ് ഒരു പ്രതലമാണ്, ഒരു പ്ലെയിനാണ്. അപ്പോൾ ഈ കോണിനെ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്താൽ, അല്ലെങ്കിൽ പ്ലെയിനുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ എടുത്താൽ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ടില്ലേ, ആ പാർട്ട് അതിൻ്റെ എഡ്ജ്, കോണിൻ്റെ എഡ്ജായിട്ട് വരും. അങ്ങനെ അതിൻ്റെ ഓരോ ഷേപ്പ് മാറുന്നതനുസരിച്ച് നമുക്ക് ഓരോ ആ കിട്ടുന്നതിനാണ് നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർസെക്ഷനെയാണ്, പ്ലെയിനിൻ്റെയും കോണിൻ്റെയും ഇൻ്റർസെക്ഷനെയാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. If we take the intersection of a plane with this cone, then the intersecting part, that is called intersection, is called conic section. ആ ഇന്റർസെക്ഷനെയാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. 4 ടൈപ്പ് കോണിക് സെക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഈ ഒരു കോണിനെ നമ്മളൊരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുക, ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പം ഞാനൊരു ഭാഗം വരച്ചിട്ടുള്ളത് കോണിൻ്റെ. ഇനി ഈ കോണിനെ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ അങ്ങ് നീണ്ടു പോകുന്ന 3 ഡയമെൻഷണൽ ഫിഗർ ആയതുകൊണ്ടാണ് വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. ഈ ആംഗിൾ ആൽഫയാണ്. ഈ പ്ലെയിനിൻ്റെയും കോണിൻ്റെയും ഇടയ്ക്ക്, കോണിൻ്റെ ആക്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിനെ നമുക്ക് ബീറ്റ എടുക്കാം. ബീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ആക്സിസ് ഓഫ് ദ കോൺ ആൻഡ് പ്ലെയിൻ. പ്ലെയിനിൻ്റെയും കോണിൻ്റെ ആക്സിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ബീറ്റ. അപ്പോൾ നോക്കിയേ, ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ പ്ലെയിനിൻ്റെയും കോണിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്, അത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരും. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പ് വരും.
ഇതാണ് ഇന്റർസെക്ഷൻ. അതായത് ഈ കോണിനെ ഈ പ്ലെയിൻ പോകുന്ന ഭാഗം വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്താൽ, നേരെ പ്ലെയിനിനെ കട്ട് ചെയ്താൽ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ ഈ ആംഗിൾ മാറുന്നതനുസരിച്ച് നമുക്ക് ഓരോരോ ഷേപ്പ് കിട്ടും. ഇപ്പോൾ സപ്പോസ് ആദ്യത്തെ ഇതിപ്പോൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഈ ബീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് നമുക്കിങ്ങനെ വരും. ബീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ കറക്റ്റ് നേരെയാണ് പ്ലെയിൻ കട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ വരച്ചതുകൊണ്ടാണ് കറക്റ്റ് ഒരു സർക്കുലാർ ഷേപ്പ് കിട്ടും. അത് കറക്റ്റ് നേരെ നോക്കിയാൽ അത് നേരെ കട്ട് ചെയ്ത് കോൺ നേരെ ഇരിക്കല്ലേ, നേരെ കട്ട് ചെയ്ത് നോക്കാം. നേരെ കട്ട് ചെയ്യുമ്പോൾ ആ എഡ്ജിന്റെ ഷേപ്പ് നോക്കാം, അതൊരു സർക്കിൾ ആയിരിക്കും. ഇപ്പം ബീറ്റ 90 ഇവിടെ ഇപ്പം നേരെയല്ലേ വന്നേക്കുന്നത്. ഇപ്പം ബീറ്റ 90 ഡിഗ്രിയാണ്. ബീറ്റ 90 ഡിഗ്രി വന്നാൽ നമുക്ക് സർക്കിൾ കിട്ടും. ഈ ബീറ്റ is equal to 90 degree, then the section of the cone is a circle. കറക്റ്റ് സർക്കിൾ കിട്ടും. 90 ഡിഗ്രി ആണെങ്കിൽ കറക്റ്റ് സർക്കിൾ കിട്ടും. ഇനി ബീറ്റയുടെ വാല്യൂ ഇച്ചിരി കൂടെ കുറയ്ക്കുക. ബീറ്റയുടെ വാല്യൂ ഇച്ചിരി കുറയ്ക്കാന്ന് വെച്ചാൽ ഇതിപ്പോൾ 90 ഡിഗ്രി ആണല്ലോ, ഇതിപ്പോൾ 90 ഡിഗ്രിയാണ്. ഇച്ചിരി കുറയ്ക്കാന്ന് വെച്ചാൽ ഇച്ചിരി താഴോട്ട് ചെരിഞ്ഞു വരും. ഏതാണ്ട് ഈ ഷേപ്പ് ഇങ്ങനെ ഇച്ചിരി ചെരിഞ്ഞു വരും. ഇതിപ്പം 90യെക്കാട്ടും ഇച്ചിരി കുറവാണ്. ബീറ്റ 90യെക്കാട്ടും ഇച്ചിരി കുറവല്ലേ. അപ്പോൾ ഇച്ചിരി ചെരിഞ്ഞു വരുമ്പോൾ നോക്കി ഇങ്ങനെ ഒരു ഷേപ്പ്, ഒരു ഓവൽ ഷേപ്പായിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്, സർക്കിളല്ല. സർക്കിളിന്റെ സൈഡ് ഇച്ചിരി പരത്തിയ പോലെ ഒരു മുട്ടയുടെ ഷേപ്പ്, ഓവൽ ഷേപ്ഡ് ഫിഗർ ആയിട്ടേക്കുന്നത്. ബീറ്റ 90യെക്കാളും ഇച്ചിരി കുറയുമ്പോൾ. പക്ഷേ ഈ വാല്യൂ ആൽഫയെക്കാട്ടിലും വലുതായിരിക്കണേ, ആൽഫയെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പം ഇത് ഒന്നാമത്തെ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 90, ആൽഫയുടെ 90യുടെ ഇടയിലാണ് ഈ ബീറ്റ വരുന്നതെങ്കിൽ വി ഗെറ്റ് എൻ എലിപ്സ്. ഓവൽ ഷേപ്ഡ് ആണ്. ഓവൽ ഷേപ്ഡ് ഫിഗർ കോൾഡ് എലിപ്സ്. ഓവൽ ഷേപ്ഡ് ഫിഗർ കോൾഡ് എലിപ്സ്. അപ്പം ആദ്യം ബീറ്റ 90 ഡിഗ്രിയാണ്, പിന്നെ ബീറ്റയുടെ വാല്യൂ ആൽഫയുടെ 90യുടെ ഇടയ്ക്ക് വരുന്നു. ഇനി ആൽഫയും ബീറ്റയും സെയിം വന്നാൽ, ആൽഫയും ബീറ്റയും സെയിം വന്നാൽ നമുക്ക് നോക്കാം. ഇതാണ് ആൽഫ. ആൽഫ ഈ ആംഗിൾ തന്നെ ബീറ്റയും വരണം, ഈ ആംഗിൾ തന്നെ ബീറ്റയും വരണം. ഏകദേശം ഈ ആംഗിൾ വരണം ബീറ്റ. ഇങ്ങനെ ഒരു പ്ലെയിൻ കട്ട് ചെയ്ത് പോവാം. പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുണ്ടോ, ഇങ്ങനെയുള്ളൂ. ഫുൾ ക്ലോസ്ഡ് ആയിട്ട് വരുന്നില്ല. ഫുൾ ക്ലോസ്ഡ് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോവാ. ഈ ഭാഗം കൊണ്ട് അപ്പുറത്തോട്ട് നേരത്തെ രണ്ടും ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ പ്ലെയിൻ ഇച്ചിരി കൂടെ ഇങ്ങനെ ചെരിക്കുന്നതനുസരിച്ച് ഇതിലേ കൂടെ കട്ട് ചെയ്ത് പോകും. ഇതിന്റെ ഈ എഡ്ജ് വഴി ഇതുണ്ടോ, ഈ എഡ്ജ് വഴിയാണ് കട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ തൊട്ട് ഇത്രേ ഭാഗമേ നമുക്ക് വരുന്നുള്ളൂ. ഇങ്ങനെ ഒരു മാല പോലെ വരുന്നുള്ളൂ, മാല പോലെ വരുന്നുള്ളൂ. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുണ്ടോ, ഇവിടെ വെച്ചാൽ പ്ലെയിൻ ഇങ്ങനെ പോകുന്നത്. നടുക്കൂടെ അല്ലെ ഇച്ചിരി അങ്ങ് മാറിയൊക്കെ പോവും. എന്താണേലും അങ്ങേ അപ്പുറത്തെ കോണിന്റെ ഭാഗത്തോട്ട് ആ പ്ലെയിൻ ചെല്ലുന്നില്ല. അപ്പൊ നമുക്കൊരു മാലയുടെ ഷേപ്പ് കിട്ടും. ഈ ആൽഫ ഈക്വൽ ടു ബീറ്റ, ദെൻ വി ഗെറ്റ് ഇതിന് പറയുന്ന പേരാണ് പരാബോള. പരാബോള. ദെൻ വി ഗെറ്റ് കോണിക് സെക്ഷൻ കോൾഡ് പരാബോള. പരാബോളയുടെ ഷേപ്പ് ഇങ്ങനെ വരും. അത് പല രീതിയിലുണ്ട് കേട്ടോ. മേളിലത്തെ കോണിനെയാണ് ഇത് കട്ട് ചെയ്തെങ്കിൽ മേളിലോട്ട് വരും. ഈ സപ്പോസ് ഈ പ്ലെയിൻ അങ്ങോട്ട് മാറി വരികയാണെങ്കിൽ താഴത്തെ പ്ലെയിനെ കട്ട് ചെയ്ത് പോവാം. ഇതുപോലെ താഴെയുണ്ടല്ലോ പ്ലെയിൻ. അപ്പം പ്ലെയിനിന്റെ പൊസിഷൻ പ്ലേസ് മാറ്റുന്നതനുസരിച്ച് ഇവിടെ കട്ട് ചെയ്താൽ താഴത്തേനെ കട്ട് ചെയ്യാം. താഴത്തേനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വരും മാല, താഴോട്ടൊരു മാല വരും. അപ്പോൾ ഒന്നെങ്കിൽ മേളിലോട്ട് വരാം, അല്ലെ താഴോട്ട് വരാം. ഇനി ഇത് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുവാണെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും വരാം. അപ്പോൾ 4 പരാബോള ഉണ്ട്. ഒന്നെങ്കിൽ മേളിലോട്ട്, അല്ലെങ്കിൽ താഴോട്ട്, അല്ലെ ഇടത്തോട്ട്, അല്ലെ വലത്തോട്ട്, അല്ലെങ്കിൽ ഇടത്തോട്ട്. 4 ടൈപ്പ് പരാബോള ഉണ്ട്. അത് നമ്മുടെ കോണിനെയും പ്ലെയിനിനെ ആശ്രയിച്ചിരിക്കും, ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ 4 പരാബോളേസ് ഏതെങ്കിലും ഒന്ന് വരാം. അപ്പോൾ ആ ആൽഫയും ബീറ്റയും സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് ഈ 4 ഏതെങ്കിലും ഒന്നാണ് കിട്ടുന്നത്. അതിനെ നമ്മൾ പരാബോള എന്ന് പറയും. ഇനി ബീറ്റയുടെ വാല്യൂ ഇനിയും കുറയ്ക്കാം. ആദ്യം ബീറ്റ 90 ആയിരുന്നു, പിന്നെ ആൽഫയുടെ 90യുടെ ഇടയ്ക്ക് ഇനി ആൽഫയും ബീറ്റയും സെയിം ആയി. ഇനി ആൽഫയെക്കാട്ടിലും കുറയുന്നു. നാലാമത്തേത് ഈ 0 ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ആൽഫ.
ആൽഫയെക്കാട്ടിലും കുറയുന്നു. ആൽഫയെക്കാട്ടിലും കുറയാന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇതിനെക്കാട്ടിലും ചെറുത് വരും. ഇതിനെക്കാട്ടിലും ചെറുത് വരുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 കോണും വരയ്ക്കണേ. ഈ ആംഗിളിനെക്കാട്ടിലും ചെറുതായിരിക്കണം. ഈ ആംഗിളിനെക്കാട്ടിലും ചെറുതാണെന്ന് വെച്ചാൽ നന്നായിട്ട് ചെരിഞ്ഞു വരണം. ഉണ്ടോ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പോകും. പ്ലെയിന് ഇങ്ങനെ പോകുമ്പോഴത്തെ പ്രശ്നം നോക്കുക, ഒരേ സമയത്ത് 2ഇടത്തും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കട്ട് ചെയ്ത് പോകുന്നത് ഇതുണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ ഒരു മാല ഇവിടെയും വരും. കണ്ടോ, മേളിലോട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത് ഇവിടെ ഒരു മാല വരും. അതുപോലെ തന്നെ ഇവിടെ ഒരു മാല വരും. ഇവിടെ ഒരേ സമയത്ത് മേളിലും താഴെ 2ഇടത്ത് കട്ട് ചെയ്യുന്നുണ്ട്. മേളിലും ഒരു മാല, താഴെയും വരും. അപ്പം ഒരുമിച്ച് വരും. ഇങ്ങനെ ഒന്നുകിൽ മേളിൽ ഒരു ഗ്യാപ്പ് ഇട്ട് താഴെ, രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത്. ഒരു പ്ലെയിൻ മേളിലും താഴെ ഒരുപോലെ കട്ട് ചെയ്യുന്നുണ്ട്, മേളിലും താഴെ വരും ഇന്റർസെക്ഷൻ. അപ്പം ഒരുമിച്ചായിരുന്നു. അല്ലെങ്കിൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും ഒരുമിച്ച് വരും. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ഒരുമിച്ച് വരാം. ഇതിന് പറയുന്ന പേരാണ് ഹൈപ്പർബോള. ഹൈപ്പർബോള. അപ്പൊ 4 കോണിക് സെക്ഷൻ ആണുള്ളത്. ബീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ സർക്കിൾ കിട്ടും. 90യെക്കാട്ടിലും കുറവ്, 4 ആൽഫയെക്കാട്ടിലും കൂടുതലാണെങ്കിൽ എലിപ്സ് കിട്ടും. ആൽഫയും ബീറ്റയും സെയിം വരുമ്പോൾ പരാബോള വരും. ആൽഫയെക്കാട്ടിലും കുറവ് വന്നാൽ ഹൈപ്പർബോള വരും. മേളിൽ താഴെ ഒരുമിച്ച് വരും, അല്ലെ ഇടതും വലുതും ഒരുമിച്ച് വരും. ഹൈപ്പർബോള 2 ഹൈപ്പർബോളയുണ്ട്. ഇങ്ങനെ പരാബോള 4 എണ്ണം ഉണ്ട്, മേളോട്ട് താഴോട്ട് ഇടത്തോട്ട് വലത്തോട്ട്. എലിപ്സും 2 എണ്ണം ഉണ്ട്. എലിപ്സ് 2 എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ഐസിന്റെ ഭാഗം കൂടുതൽ ഇരിക്കുന്നുണ്ട് വരാം. ഇനി നമ്മൾ എടുക്കുന്ന വൈ ഐസിന്റെ ഭാഗം കൂടുതൽ വരാം. എങ്ങനെ വേണം, 2 ടൈപ്പ് എലിപ്സ് ഉണ്ട്, 2 ടൈപ്പ് ഹൈപ്പർബോള ഉണ്ട്, പരാബോള 4 ടൈപ്പ്. ഇത്രയും കോണിക് സെക്ഷൻ ആണ് ഉള്ളത്. ബേസിക് ആയിട്ട് കോണിക് സെക്ഷൻ, ബേസിക് ആയിട്ടല്ല, കോണിക് സെക്ഷൻ ആകെ 4 എണ്ണമാണുള്ള. സർക്കിൾ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള. നമ്മൾ പഠിക്കുമ്പോൾ സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള ആണ്. എലിപ്സ് പഠിക്കുന്നവർക്ക് ഹൈപ്പർബോള ഒന്നുമില്ല. എലിപ്സ് തന്നെയാണ് ഹൈപ്പർബോള, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറയാൻ സർക്കിൾ മാത്രമേ ഉള്ളൂ. സർക്കിൾ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും അത് ബുദ്ധിമുട്ടേ അല്ലല്ലോ. അപ്പോൾ അതിലും എളുപ്പമാണ് പരാബോളയൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം സർക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ കോണിക് സെക്ഷൻ സർക്കിൾ. സർക്കിളിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. സർക്കിളിന് എന്തൊക്കെ സംഗതികളാണ് അത്യാവശ്യമായിട്ടുള്ളത്? സർക്കിളിന് ഒരു സെന്ററും കാണും, റേഡിയസും കാണും. ഒരു ഫിക്സഡ് പോയിന്റ് സെന്റർ. അപ്പോൾ സർക്കിളിന്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്: സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് തുല്യ അകലത്തിലുള്ള പോയിന്റ്സിന്റെ ഒക്കെ കളക്ഷൻ. തുല്യ അകലത്തിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തുല്യ അകലത്തിലുള്ള പോയിന്റുകളെല്ലാം കൂടെ കൂട്ടി വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഒരു സർക്കിൾ. സർക്കിളിന് അപ്പോൾ ഒരു ഫിക്സഡ് പോയിന്റ് സെന്റർ ഉണ്ട്. സെന്ററിനെ സി എന്ന് ഡിനോട്ട് ചെയ്യാം. റേഡിയസ് 6 ഉണ്ട്. സി ആണ് സെന്റർ, റേഡിയസ് 6. ഇതാ സർക്കിൾ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സർക്കിളിന് സെന്ററും റേഡിയസ് 6 ഉണ്ട്. ഇനി സർക്കിളിന്റെ സെന്ററും റേഡിയസും തന്നാൽ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ തൽക്കാലം സർക്കിളിന്റെ സെന്ററിനെ നമ്മൾ എച്ച് കെ എന്ന് എടുക്കുന്നു. സെന്റർ സി ഓഫ് എച്ച് കെ. സിയുടെ കോർഡിനേറ്റ്സിനെ എച്ച് കെ എന്ന് എടുക്കുന്നു. സെന്റർ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ കോർഡിനേറ്റ് എച്ചും കെ. ഇനി റേഡിയസ് 6 ഉണ്ട്. നമ്മൾ എന്തിനാണെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ജനറൽ പോയിന്റ് എക്സ് വൈ വേണം. അപ്പോൾ നമുക്ക് അതിനെ ജനറൽ പോയിന്റ് പി ഓഫ് എക്സ് വൈ എടുക്കാം. പി ഓഫ് എക്സ് വൈ. സർക്കിളിന്റെ സെന്റർ നമുക്ക് കിട്ടി, എച്ച് കെ തന്നിട്ടുണ്ട്. എച്ച് കെ, റേഡിയസ് 6. ഇനി നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി ഒരു ജനറൽ പോയിന്റ് ആയ പി ഓഫ് എക്സ് വൈ എടുക്കുന്നു. നമുക്കറിയാം സി തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് അറിയാമല്ലോ. സി പി എന്ന് പറയുന്നത് ഈക്വൽ ടു റേഡിയസ് ആണ്. സി പി ഈക്വൽ ടു റേഡിയസ് 6 ആണ്. ഇനി സി പി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, സിയുടെ കോർഡിനേറ്റ്സ് എച്ച് കെ, പിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് സി പിയുടെ ഡിസ്റ്റൻസ് നമുക്ക് കാണാം. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് സി തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ്. ഈക്വൽ ടു 6, റേഡിയസ് ആണത്, റേഡിയസ് 6. ഇനി x2 മൈനസ് x1 നമുക്കറിയാം. x1 y1 നമുക്ക് എച്ച് കെ ആയിട്ട് എടുക്കാം. എച്ച് കെ x2 y2 ആയിട്ട് എക്സും വൈയും എടുക്കാം. x2 y2 ആയിട്ട് നമുക്ക് എക്സും വൈയും എടുക്കാം. ഇങ്ങനെ എടുക്കാം. നമുക്ക് ഇനി ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് x2ന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് x1ന്റെ സ്ഥാനത്ത് എച്ച്, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് y2ന്റെ സ്ഥാനത്ത് y മൈനസ് y1ന്റെ സ്ഥാനത്ത് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് ആർ. ഒന്ന് സ്ക്വയർ ചെയ്യുക. ഇവിടെ റൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് റൂട്ട് കളയാൻ വേണ്ടി ഒന്ന് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യും.
റൂട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും റൂട്ട് ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ടും സ്ക്വയറും പൊക്കോളും, മിച്ചം അവിടെ കിടക്കുന്നേ വരുള്ളൂ. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആറിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആർ സ്ക്വയർ. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർക്കിളിന്റെ സെന്റർ എച്ച് കെയും റേഡിയസ് ആറും തന്നാൽ സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെന്റേഡ് അറ്റ് എച്ച് കെയും റേഡിയസ് ആറും ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് സെന്റർ എച്ച് കെയുടെ സ്ഥാനത്ത് ഒറിജിൻ ആയി 0 ആണെങ്കിൽ, സെന്റർ ഒറിജിൻ 0 ആണെങ്കിൽ ഇക്വേഷനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. സെന്റർ എച്ച് കെ അത് നമ്മുടെ 0 ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്നുള്ള എക്സ് മൈനസ് എച്ചിന് പകരം 0 കൊടുക്കാം ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെയ്ക്ക് പകരവും 0 കൊടുക്കാം ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് മൈനസ് 0 എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 എന്ന് വെച്ചാൽ വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് ഒറിജിൻ സെന്റർ ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ. സർക്കിൾ സെന്റേഡ് അറ്റ് ഒറിജിൻ 0 ആൻഡ് ഹാവിംഗ് റേഡിയസ് ആർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒറിജിൻ ആണ് 0, സെന്റർ 0 ആയിട്ട് വരും. സെന്റർ 0 ആയിട്ട് വരും, റേഡിയസ് ആണ്. ഓക്കെ, ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസേ ഉള്ളൂ. ഇവിടെ സെന്ററും റേഡിയസും നിന്നിട്ട് ഇക്വേഷൻ കാണാൻ ചോദിക്കാം, ഇക്വേഷൻ തന്നിട്ട് തിരിച്ച് സെന്ററും റേഡിയസും കാണാൻ ചോദിക്കാം. അപ്പം അങ്ങനെ രണ്ട് രീതിയിലും ചോദിക്കാം. അത് ഇതിന് മാത്രമല്ല, എലിപ്സും ഹൈപ്പർബോള എല്ലാത്തിനും അതിന്റെ കാര്യങ്ങൾ വന്നിട്ട് ഇക്വേഷൻ എഴുതാനും ചോദിക്കാം, ഇക്വേഷൻ എഴുതിയിട്ട് കാര്യങ്ങൾ കാണാനും ചോദിക്കാം. അത് നമുക്ക് ആദ്യം സർക്കിളിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. Find equation of the circle whose center -2, 3. Center -2, 3. And having radius 4. Radius 4. Center -2, 3 ഉം radius 4 ഉം. സർക്കിളിന്റെ സെന്റർ -2, 3, റേഡിയസ് 4. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ സെന്റർ എന്ന് പറയുമ്പോൾ ഓർത്തോണം എച്ച് കെ ആണ്. സെന്റർ എച്ച് കെ തന്നിട്ടുണ്ട്. എച്ച് കെ ഈക്വൽ ടു -2, 3. ഇനി റേഡിയസ് ആർ എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു 4. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സെന്റർ എച്ച് കെ തന്നിട്ടുണ്ട്, റേഡിയസ് ആർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇക്വേഷൻ എഴുതുന്നത് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. വാല്യൂസ് കൊടുക്കാം. എക്സ് മൈനസ് എച്ചിന്റെ സ്ഥാനത്ത് -2. ശ്രദ്ധിച്ചോണേ, എക്സ് മൈനസും കൂടി ഇട്ടിട്ടേ എച്ചിലേക്ക് പോകുള്ളൂ. അല്ലെ നിങ്ങൾ ഒരു മൈനസ് അങ്ങ് വിട്ട് കളയും. എക്സ് മൈനസ് കഴിഞ്ഞിട്ടാണ് എച്ചിന്റെ വാല്യൂ നോക്കുക. -2 ഹോൾ സ്ക്വയർ പ്ലസ് ഇത് ചെയ്യണം. വൈ കഴിഞ്ഞിട്ട് മൈനസ് ഇട്ടതിന് ശേഷം കെ നോക്കുക. കെയുടെ വാല്യൂ 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആറിന്റെ വാല്യൂ 4 സ്ക്വയർ. എന്നാണ് മോഡിഫൈ ചെയ്യാം. എക്സ് മൈനസ് -2 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ 60. അതേ ഉള്ളൂ സർക്കിളിന്റെ ഇക്വേഷൻ. സെന്ററും റേഡിയസും എന്നാൽ ഇക്വേഷൻ ഇടാം. വളരെ എളുപ്പമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ സെന്ററും റേഡിയസും എന്നിട്ട് സെന്റർ -a -b. സെന്റർ -a -b. റേഡിയസ് √a² - b². സെന്ററും റേഡിയസും തന്നേക്കുക. സെന്റർ -a - b യും റേഡിയസ് √a² - b². നമുക്ക് നോക്കാം. സെന്റർ എന്ന് പറയുമ്പോൾ എച്ച് കെ അല്ലേ? എച്ച് കെ തന്നിട്ടുണ്ട്. എച്ച് കെ ഈക്വൽ ടു -a - b. റേഡിയസ് ആർ തന്നിട്ടുണ്ട്. √a² - b². രണ്ടും കിട്ടിയ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഈസ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. വാല്യൂ കൊടുക്കുക. എക്സ് മൈനസ് എച്ചിന് പകരം -a ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെയ്ക്ക് പകരം -b ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആറിന്റെ സ്ഥാനത്ത് √a² - b² ഹോൾ സ്ക്വയർ. ആർ സ്ക്വയർ അല്ലേ? ഇനി എക്സ് മൈനസ് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ബി ഹോൾ സ്ക്വയർ. മൈനസ് വരുമ്പോൾ പ്ലസ് ആവും ഈക്വൽ ടു റൂട്ടും സ്ക്വയറും കൂടെ വരുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് a² - b² വരും. ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്ത് കുറേയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം, നിർബന്ധമില്ല. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇത് എളുപ്പമാണ്. സെന്ററും റേഡിയസും തന്നിട്ട് ഇക്വേഷൻ എഴുതാൻ ചോദിക്കുന്നത്. ഇനി തിരിച്ച് ചോദിക്കും. ഇക്വേഷൻ തന്നിട്ട് സെന്ററും റേഡിയസും ഉണ്ട്. അതാണ് ഇച്ചിരി ശ്രദ്ധിക്കേണ്ടത്. നമുക്കത് നോക്കാം. സർക്കിളിന്റെ ഇക്വേഷൻ തന്നേക്കാണ്. ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ്. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ
പ്ലസ് വൈ പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100. ഇതിന് സെൻറ്ററും റേഡിയസും കാണാം. അപ്പോൾ നമ്മുടെ മനസ്സിലായ ഇക്വേഷൻ ഉണ്ടായിരിക്കണം എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ. അപ്പോൾ ഏതാണ്ട് ആ ഫോമിലല്ലേ കിട്ടുന്നത്, എക്സ് മൈനസ് എച്ച്, മൈനസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് എച്ച്. അപ്പോൾ നമുക്കത് വേണേൽ ബ്രാക്കറ്റ് ഒന്നും ഇല്ല, എക്സ് മൈനസ് 8 ഹോൾ സ്ക്വയർ. ഇത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ ഫോമിലാണ്. അടുത്തത് നോക്കുക, വൈ പ്ലസ് ആ, നമുക്ക് വൈ മൈനസ് എന്ന് കിട്ടണം. വൈ പ്ലസ് 5നെ വൈ മൈനസ്, ഇനി എന്ത് എഴുതാമെന്ന് നോക്കിയാൽ മതി, വൈ മൈനസ് -5. അപ്പോൾ നമുക്കിനെ -5 എഴുതാം ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100നെ 10ന്റെ സ്ക്വയർ എഴുതാം. ഇനി പെർഫെക്റ്റ് എന്തെങ്കിലും പേടിക്കൊന്നും വേണ്ട, 90 ആണെങ്കിൽ √90 ഹോൾ സ്ക്വയർ എഴുതാം. റൂട്ട് ഇട്ടിട്ട് സ്ക്വയർ ഇട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നോക്കാം, ദിസ് ഈസ് ഓഫ് ദ ഫോം എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. കറക്റ്റ് ഫോമിലുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ എഴുതാം. സെൻറ്റർ എച്ച് കെ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് എച്ച്, എക്സ് മൈനസ് എച്ച് എന്നല്ലേ, മൈനസ് കഴിഞ്ഞിട്ട് 8, എച്ചിന് സെൻറ്റർ 8. വൈ മൈനസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് കെ, വൈ മൈനസ് കഴിഞ്ഞിട്ട് -5. അവർ പലരും തെറ്റിക്കുന്നതാണ്. സെൻറ്റർ എഴുതും -8 + 5 എന്ന് എഴുതും, -8 + 5. ശ്രദ്ധിച്ചോളാം, മൈനസിന് ശേഷം വരുന്നതാണ് എച്ചും കെ. അപ്പോൾ സെൻറ്റർ കിട്ടി. റേഡിയസ് 6 എന്ന് പറയുന്നത് 6 ക്ലിയർ ആണ്, 10. അത്രേ ഉള്ളൂ സെൻറ്ററും റേഡിയസ്. ഇങ്ങനെ തരുവാണെങ്കിലും എളുപ്പമാണ്. ചിലപ്പോൾ എക്സ്പാൻഡഡ് ഫോമിൽ തരും, ഇത് എക്സ്പാൻഡ് ചെയ്ത് തരും, അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്, ഫൈൻഡ് സെൻറ്റർ ആൻഡ് റേഡിയസ് തന്നെ. ഫൈൻഡ് സെൻറ്റർ ആൻഡ് റേഡിയസ്. ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x പ്ലസ് 10y മൈനസ് 12 ഈക്വൽ ടു 0. ഇതിന് നമ്മൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഫോമിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം ചെയ്യാം. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻറ്റ് 1 ആണോ നോക്കണം. പോസിറ്റീവ് 1 തന്നെയായിരിക്കണം, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഈ രണ്ടിൻ്റെ. അതിൻ്റെ കൂടെ +1, ഇവിടെ +1 തന്നെ, 1x സ്ക്വയർ + 1y സ്ക്വയർ എന്നാണ്. ഒന്നും എഴുതാത്തപ്പോൾ 1 ആണ് നോക്കണം. ഇനി അതല്ല എങ്കിൽ അതിനെ മാറ്റണം, 1 ആക്കിയിട്ട് +1 ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് +1 ആണ്, പ്രശ്നമൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത് ഗ്രൂപ്പ് ചെയ്യണം. എക്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുക, വൈ എല്ലാം കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുക, ബാക്കി എല്ലാത്തിനെ മാറ്റിയിട്ട് വെക്കുക. അപ്പോൾ നോക്കുക, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, -8x ഉണ്ട്, അത് ഒരുമിച്ച് എഴുതാൻ പോവാം. എക്സ് സ്ക്വയർ -8x അപ്പോൾ നമ്മൾ ഒരുമിച്ച് എഴുതി ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത്. അതുപോലെ തന്നെ വൈയുടേത് ഒരുമിച്ച് ചേർക്കാം. വൈ സ്ക്വയറും ഉണ്ട് പ്ലസ് 10y ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതും. പിന്നെ -12 മാത്രമേ മിച്ചുള്ളൂ, അതങ്ങ് മാറ്റി. ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്, വർഗം പൂർത്തിയാക്കൽ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഓർക്കുന്നുണ്ടോ മെത്തേഡ് ആരെങ്കിലും? നമ്മുടെ എക്സിൻ്റെ ഇപ്പം ആദ്യം ഇത് നമ്മൾ സ്ക്വയർ ആക്കാൻ പോകും. ആദ്യത്തെ x സ്ക്വയർ -8x. അതിന് ചെയ്യേണ്ടത് ½ ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഈക്വൽ ടു ½ ഇൻറ്റു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. സൈൻ നോക്കണ്ട, പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണ്ട, നിങ്ങളെ നമ്പർ മാത്രം മതി. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സിൻ്റെയാണ്, എക്സ് സ്ക്വയർ അല്ലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. എക്സിൻ്റെ കൂടെ വരുന്ന 8, മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് എടുക്കണം. 8 ½ ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 4. അതുപോലെ തന്നെ അടുത്തതിലും നമുക്കങ്ങ് എഴുതിയേക്കാം, ½ ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. വൈയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ½ ഇൻറ്റു വൈയുടെ കോഎഫിഷ്യൻ്റ്, വൈയുടെ കൂടെ 10 വരുന്നത് 10 ആണ്. ½ ഇൻറ്റു 10 വരുമ്പോൾ 5. ഇപ്പം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് 4 ആണ്. ഇപ്പം എക്സിൻ്റെ കൂടെ ആ 4ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. 4ൻ്റെ സ്ക്വയർ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 4 ആണ്, അതിൻ്റെ സ്ക്വയർ വേണം ആഡ് ചെയ്യാൻ. ആഡ് ചെയ്യുമ്പോൾ വില മാറും, വില മാറാതിരിക്കണമെങ്കിൽ അന്നേരം സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അത് ഈ ബ്രാക്കറ്റിന് വെളിയിൽ ഞാൻ 4ൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു. മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ -4 ഹോൾ സ്ക്വയർ നന്നാക്കും. അത് പിന്നെയും +16 വരും. ഇവിടെ ഓൾറെഡി +16 ആണ് ചെയ്തേക്കുന്നത്, ഇനി -16 ആണ് ചെയ്യേണ്ടത്. 16 നമ്മൾ 4ൻ്റെ സ്ക്വയർ 16 അല്ലേ, 16 ആഡ് ചെയ്തു, 16 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ -4ൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു. ചിലർ ഇവിടെ കൊണ്ട് ഇങ്ങനെ എഴുതും -4 ഹോൾ സ്ക്വയർ. അപ്പം പിന്നെയും +16 ആയി, അകത്തും +16 വെളിയിലും +16. പിന്നെ വാല്യൂ കൂടുമല്ലേ, ഒന്ന് കൂട്ടാൻ അടുത്ത കുറയ്ക്കാൻ വേണ്ടത്, ശ്രദ്ധിച്ചോണം. അപ്പം മൈനസ് കഴിഞ്ഞിട്ട് വേണം, അത് ഇവിടെയല്ലേ നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്, -4 സ്ക്വയർ എന്ന് എഴുതും, ബ്രാക്കറ്റ് ഇടാതെ എഴുതും, -4 സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിലാണ് -4 സ്ക്വയർ +16 എന്ന് എഴുതുന്നത്. അവിടെ തെറ്റിക്കുന്നത്. ഇവിടെ നിങ്ങൾ കുഴപ്പമില്ലാതെ എഴുതും +4 സ്ക്വയർ -4 സ്ക്വയർ. ഇവിടെ നിങ്ങൾ -4 ഹോൾ സ്ക്വയർ എന്നൊക്കെ വിചാരിച്ച് +16 ആവും. അടുത്ത് ഇവിടെയും +16, ഇവിടെയും +16. അത് ശ്രദ്ധിച്ചോണം. ഇത് +16 എടുക്കുമ്പോൾ അടുത്ത -16 വരണം. അപ്പം തെറ്റാതിരിക്കണമെങ്കിൽ -4 സ്ക്വയർ എന്നൊക്കെ ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി, അപ്പം തെറ്റിയല്ല. അതുപോലെ തന്നെ വൈയുടെ കേസ് നമ്മൾ ചെയ്യുന്നു, +y സ്ക്വയർ +10y.
വൈയുടെ കൂടെ ചെയ്യേണ്ടത് വൈയുടെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5ന്റെ സ്ക്വയർ ആഡ് ചെയ്തു മൈനസ് 5ന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യണം. ആഡ് ചെയ്തപ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഇത് തീർന്നു. ഇനി ഒരു -12 മിച്ചമുണ്ട്. -12 = 0. ഇനി നമ്മൾ നോക്കുക, ഇതിനെ സ്ക്വയർ ആക്കി എഴുതാം. x² - 8x + 4 സ്ക്വയർ. അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യം x² 4² അല്ലേ? ആദ്യത്തേത് x², ലാസ്റ്റത്തേത് 4ന്റെ സ്ക്വയർ. അതിൻ്റെ റൂട്ട് എടുക്കുക. x-ഉം 4ഉം, x² 4² അല്ലേ? x-ഉം 4ഉം എടുക്കുക. നടുക്കത്തെ സൈൻ നോക്കുക. നടുക്കത്തെ സൈൻ എന്ന് പറഞ്ഞാൽ മൈനസാണ്. അപ്പോൾ ഇവിടെ മൈനസ് ഇട്ടോണം. ഇതിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കിക്കേ, നോക്കുക. ഇപ്പോൾ a - b² അല്ലേ? a² - 2ab + b². a² എന്ന് പറഞ്ഞാൽ x². ഓക്കെ. -2ab -2 × x × 4. 2 × x × 4 എന്ന് 8x വരും. ഓക്കെ. -8x + b² എന്ന് പറഞ്ഞാൽ 4² കണ്ടോ. അപ്പം അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് എക്സിൻ്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് നമ്മൾ എടുക്കുന്നത് തന്നെ. അപ്പോൾ x - 4² വന്നു. -4ന്റെ സ്ക്വയർ 16. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ +16 എഴുതും. അവിടെ തെറ്റ് വരുന്നത് ശ്രദ്ധിച്ചോണം. ഇവിടെ +16 വന്നു, -16 എന്ന് വരുന്നത്. ഇനി അടുത്തത് അതുപോലെ തന്നെ പ്ലസ് ഇതുപോലെ തന്നെ y² 5² അല്ലേ? അപ്പം y-യും 5ഉം എടുക്കുക. നടുക്ക് പ്ലസ് ആയതുകൊണ്ട് നടുക്ക് പ്ലസ് ഇവിടെ ഇടുക. y + 5² -5ന്റെ സ്ക്വയർ 25 -12 = 0. ഇനി നമുക്ക് ഈ -16 -25 -12 റൈറ്റ് സൈഡിലേക്ക് ഉണ്ടോ? ഇത് മാത്രം ഇവിടെ എഴുതുക. x - 4² + y + 5² -16 അപ്പുറം +16 ആവും. -25 പോകുമ്പോൾ +25 ആവും. -12 പോകുമ്പോൾ +12 ആവും. ദാറ്റ് ഈസ് x - 4 x - h ഫോമിലാക്കുക. x - 4² y + 5നെ y - -5 ആക്കുക. ഹോൾ സ്ക്വയർ = 16ഉം 25ഉം 12ഉം കൂടെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 25, 10, 35, 43, 53 വരും. 53 നമുക്ക് √53 ഹോൾ സ്ക്വയർ എഴുതാം. √53 ഹോൾ സ്ക്വയർ. അപ്പോൾ ദിസ് ഈസ് ഓഫ് ദ ഫോം x - h ഹോൾ സ്ക്വയർ + y - k ഹോൾ സ്ക്വയർ = r² ഫോമിലുള്ളൂ. അപ്പോൾ സെൻറ്റർ HK നമുക്ക് കിട്ടി. സെൻറ്റർ HK എന്ന് പറയുന്നത് x മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന 4, y മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന -5 HK കിട്ടി. റേഡിയസ് r എന്ന് പറയുന്നത് r² എന്ന് പറഞ്ഞാൽ √53 ഹോൾ സ്ക്വയർ അല്ലേ? r-ന്റെ സ്ഥാനത്ത് √53. ഇതാണ് ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പോൾ ഇതിലും എളുപ്പമാണ് ഇനി വരുന്നതല്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ x² y² 1 അല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്യാം. ക്വസ്റ്റ്യൻ തന്നെ 2x² + 2y² - x = 0. 2x² + 2y² - x = 0. ഇവിടെ നോക്കാം, x²ന്റെ കൂടെ 2 ഉണ്ട്, y²ന്റെ കൂടെയും 2 ഉണ്ട്. അത് പാടില്ല, 1 ആക്കണം. അപ്പോൾ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡിങ് ബൈ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2x² + 2 + 2y² - x/2 = 0/2 എന്ന് വെച്ചാൽ 0 ആണ്. എല്ലായിടത്തും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനി 2x²/2 നമ്മൾ x² വന്നു, അടുത്ത y² വന്നു, -1/2x എന്നാക്കി. x/2 വെച്ചാൽ 1/2x എന്നാക്കാമല്ലോ. അപ്പോൾ ഓക്കെ, x² y² 1 ആയി. ഇനി ഗ്രൂപ്പ് ചെയ്യാം. x²ന്റെ കൂടെ x കൊണ്ടുവരിക, y²ന്റെ കൂടെ y ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. ഉണ്ടെങ്കിൽ x²ന്റെ കൂടെ നമുക്ക് x² ഉണ്ട്, -1/2x ഉണ്ട്. ഗ്രൂപ്പ് ചെയ്തു. ഇത് രണ്ടും എടുത്തു. ഇനി മിച്ചം y² മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഗ്രൂപ്പ് ചെയ്യാനൊന്നും ഇല്ല. ഇല്ലെങ്കിൽ ഇത് പേടിക്കൊന്നും വേണ്ട, അവിടെ കിടന്നോട്ടെ. ഇനി എക്സിന്റെ വാല്യൂ നമുക്ക് ഓക്കെ ആക്കാം. ഹാഫ് കോഎഫിഷ്യന്റ് ഓഫ് x എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കാം. ഹാഫാ, മൈനസ് വിട്ടേക്ക്. ഹാഫ് ഇൻറ്റു ഹാഫ് എന്ന് പറഞ്ഞാൽ 1/4 വരും. ആ 1/4ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. ആ പ്രൊസീജിയർ ഓർത്തിരിക്കുക. x² - 1/2x + 1/4ന്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്തു. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തപ്പം വാല്യൂ മാറാതിരിക്കാൻ 1/4ന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു. പ്ലസ് y²ന്റെ കൂടെ ഒന്നും ചെയ്യാനില്ല, y-യുടെ കോഎഫിഷ്യന്റ് ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ കിട്ടും. y² = 0. നമുക്ക് നോക്കാം. ഇതിന് 3നെയും കൂടെ നമുക്ക് സ്ക്വയർ ആക്കാം. x² 1/4 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ നമ്മൾ x-ഉം 1/4 എഴുതുന്നു. നടുക്ക് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടുള്ളൂ, സ്ക്വയർ ഇട്ടു. ഇത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. നിങ്ങൾ സംശയം എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. a² - 2ab + b² വെച്ച് ചെയ്യുമ്പോൾ ഇനി ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. അല്ലെങ്കിൽ നമുക്ക് -1/4 ഹോൾ സ്ക്വയറിന് അപ്പുറത്തും ഉണ്ടാവും, പ്ലസ് ആക്കാം.
അപ്പോൾ നമ്മൾ അടുത്ത എക്സിൻ്റെ എഴുതി ഇനി വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് അപ്പുറവും പ്ലസ് ആവും 1/4 ഹോൾ സ്ക്വയർ. ഇപ്പം എക്സ് മൈനസ് ആ ഫോമിൽ നോക്കാൻ പോവുകയാണെങ്കിൽ എക്സ് മൈനസ് 1/4 അത് അതിൽ തന്നെയാണ് കിടക്കുന്നത്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒരു ബ്രാക്കറ്റ് പെട്ടെന്നേ ഉള്ളൂ. പ്ലസ് ഇവിടെ വൈ മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഉണ്ടോ, വൈ സ്ക്വയറിൻ്റെ വൈ മൈനസ് എങ്ങനെ എഴുതാം, 0 വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ എഴുതാം ഈക്വൽ ടു 1/4 ഹോൾ സ്ക്വയർ. ഓക്കെ, ആ ഫോമിൽ വന്നില്ലേ, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഫോമിൽ വന്നു. അപ്പോൾ നമുക്ക് സെൻറ്റർ എച്ച് കെ എഴുതാം. എച്ച് കെ എക്സ് മൈനസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് എച്ച് 1/4, വൈ മൈനസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് കെ 0 1/4 0 വരും. റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ് ഈ കിടക്കുന്നത്, അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ 1/4. ക്ലിയർ ആയില്ലേ? ഒന്ന് ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. ഇനി ഒരു ക്വസ്റ്റിനും കൂടെ, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ സെന്റർ 2 2 സെന്റർ 2 2 ആൻഡ് സെന്റർ നമുക്ക് 2 2 തന്നിട്ടുണ്ട്. പാസിംഗ് ത്രൂ 4 5 പാസിംഗ് ത്രൂ 4 5. അപ്പോൾ സർക്കിളിന്റെ സെന്റർ തന്നിട്ടുണ്ട് 2 2, പിന്നെ സർക്കിളിലെ ഒരു പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും, ഫിഗർ വായിക്കുമ്പോഴാണ് ക്ലിയർ ആവുന്നത്. ഈ സെന്റർ 2 2 തന്നിട്ടുണ്ട്, എച്ച് കെ 2 2 തന്നിട്ടുണ്ട്, പിന്നെ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് 4 5. ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, സെന്ററും റേഡിയസും. സെന്റർ നമുക്ക് കിട്ടി, സെന്റർ എച്ച് കെ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 2 2 അത് തന്നിട്ടുണ്ട്, 2 2 തന്നിട്ടുണ്ട്. റേഡിയസ് ആർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഡിസ്റ്റൻസ് സിയും ഈ പോയിന്റ് നമുക്ക് എ എന്ന് കൊടുക്കാം. സി തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ റേഡിയസ്, ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ആർ. അപ്പം റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു സി എ. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ് x1 y1 ആയിട്ട് 2 2 x2 y2 ആയിട്ട് 4 5 വരും. അപ്പം x2 എന്ന് പറയുമ്പോൾ 4 വരും, മൈനസ് x1 എന്ന് പറയുമ്പോൾ 2 വരും, 4 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുമ്പോൾ 5 വരും, മൈനസ് y1 എന്ന് പറയുമ്പോൾ 2 വരും, 5 മൈനസ് 2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 2 എന്ന് പറയുമ്പോഴത്തേക്കും 2 വരും, 2ന്റെ സ്ക്വയർ 4, 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 വരും, 3യുടെ സ്ക്വയർ 9, അപ്പം റൂട്ട് 13 വരും. റേഡിയസ് ആണ്. ഇക്വേഷൻ എഴുതാമല്ലോ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് മൈനസ് എച്ച് എന്ന് പറയുന്നത് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എന്ന് പറയുന്നത് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി റൂട്ട് 13 ഹോൾ സ്ക്വയർ. റൂട്ട് 13ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വെറും 13 കിട്ടും. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സർക്കിളിനെ സംബന്ധിച്ച്. നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് നിർത്താം. താങ്ക് യു.